നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. എടമട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. അതിർത്തിയിൽ പോരടിക്കുന്ന സൈനികർക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച അന്തിക്കാട് സ്വദേശി അനിലൻ മാക്കോത്ത്. വാർത്തകൾ വിശദമായി. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ മാരകമായ രാസമയക്കുമരുന്നായ MDMA-യുമായി 2 പേരെ പിടികൂടിയത്. ചേറ്റുവ സ്വദേശി പുത്തൻപീടികയിൽ നസറുദ്ദീൻ, ചാവക്കാട് സ്വദേശി അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. രാസലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും വിപണനം നടത്താനുള്ള സിപ്ലോക്ക് കവറുകളും വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ആംബുലൻസിലിരുന്ന രാസലഹരി ഉപയോഗിക്കുവാനുള്ള സൗകര്യവും ഇവർ ചെയ്തു കൊടുത്തിരുന്നു. വാടനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, SI-മാരായ ജയരാജ്, മുഹമ്മദ് റാഫി, സീനിയർ CPO-മാരായ KC ബിജു, സുരേഖ്, ജിനേഷ്, അരുൺ, ഷിജു, CPO AB നിഷാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ദേശീയപാത 66 ചന്ദ്രാപ്പനിയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളത്ത് നിന്ന് മീനുമായി എറണാകുളത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാഹനവും എടമട്ടത്തേക്ക് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. 2 വാഹനങ്ങളിലും ഡ്രൈവർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ ചന്ദ്രാപ്പനി സെന്ററിന് വടക്ക് പഴയ മനോജ് തിയേറ്ററിന് സമീപത്തായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. നമ്മുടെ നാടിനെ സംരക്ഷിക്കാനായി അതിർത്തിയിൽ പോരടിക്കുന്ന സൈനികർക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അന്തിക്കാട് സ്വദേശി അനിലൻ മാക്കോത്ത്. സൈനികരുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കല്ലാറ്റുപുഴ ശിവക്ഷേത്രം, തട്ടാടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഇദ്ദേഹം വഴിപാട് സമർപ്പിച്ചിട്ടുള്ളത്. യുദ്ധത്തിന് തയ്യാറെടുത്ത വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന സൈനികരുടെ ദൃശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഓരോ സൈനികനെയും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ കണ്ടാണ് ഇദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അതിർത്തിയിൽ യുദ്ധത്തിന് പോകുന്ന പടയാളികൾ അവരുടെ അച്ഛനോടും അമ്മമാരോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്നൊരു സീൻ, അത് ആക്ച്വലി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതേ സംഗതി നമ്മുടെ ഓരോ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളവർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് വിളിക്കും, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയും, ഭഗവാനെ, ഈശ്വര രക്ഷിക്കണേ. അത്ര തന്നെ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോരുത്തരും ഒരു കടമയാണ്. അത് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കാവലിരിക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും തന്നെ ഞാൻ ചെയ്തുള്ളൂ. ഇതിപ്പോൾ തൃപ്പയാരമ്പലത്തിൽ അമ്പുവില്ല് സമർപ്പണം, അതുപോലെ അഘോര പുഷ്പാഞ്ജലി, ശത്രുദോഷ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ശത്രുക്കളുടെ, അതായത് നമ്മുടെ ശത്രു എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഭരണകർത്താക്കളുടെ മനസ്സുകൂടി മാറ്റി. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നമ്മളവരെ ആരും കൊല്ലാനോ പിടിക്കാനോ അതല്ല ചെയ്തിട്ടുള്ളത്. നാളെ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമാല ചുറ്റുവിളക്കുണ്ട്. അത് അറിയാം, സർവ്വസൈന്യാധ്യവനാണ് തട്ടാടി സുബ്രഹ്മണ്യൻ. അപ്പോൾ അവിടെ ഞങ്ങളുടെ നിറമാല ചുറ്റുവിളക്കുണ്ട്. പിന്നെ വരാഹിദേവിയുടെ ഒരു കലക്ക സമർപ്പണമുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ എല്ലാവരും സ്വന്തം ജനിച്ച നാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ അവർ കാവൽ നിൽക്കുന്ന സൈനികർക്കും ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ അമ്പും വില്ലും വഴിപാട്, കല്ലാറ്റുപുഴ ശിവക്ഷേത്രത്തിൽ 7 ദിവസം അഘോര മന്ത്രപുഷ്പാഞ്ജലി, തട്ടാടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നിറമാല, തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി, മഹിഷാസുര മർദിനി പുഷ്പാഞ്ജലി എന്നിവയാണ് വഴിപാടായി നടത്തുന്നത്. സമാധാനമായി ഉറങ്ങാൻ നമുക്കായി കാവലിരിക്കുന്ന സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും കടമയാണെന്നും ഇദ്ദേഹം പറയുന്നു. 30 വർഷത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലെത്തിയ അനിലൻ മാക്കോത്ത് നാട്ടിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ്. GHS LPS പെരിങ്ങോട്ടുകരയിൽ സ്റ്റാർസ് വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. PDA പ്രസിഡന്റ് രശ്മി ഹരിദാസ്, വൈസ് പ്രസിഡന്റ്
കെ സുഗേന്ദു സെൻ, MPTA പ്രസിഡന്റ് സുനിത, പ്രധാനാധ്യാപിക ശ്രീദേവി, പ്രീ പ്രൈമറി അധ്യാപിക മധുബാല എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കുറേയേറെ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിനേറെ ഫണ്ടുകൾ ഓരോ സ്കൂളുകൾക്കും ഇഷ്ടംപോലെ ഫണ്ടുകൾ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഹൈടെക് രീതിയിലുള്ള വിദ്യാഭ്യാസം, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർണ്ണം കൂടാതെ നമ്മുടെ അമ്പല സ്കൂളിൽ വളരെ ഭംഗി മതിലകം 7-ാം വാർഡിൽ നവീകരിച്ച വെട്ടുകുളം റോഡ് നാടിന് സമർപ്പിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. ET ഡേസൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK രാജു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MK പ്രേമാനന്ദൻ, സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സാംസാബി സലീം, രജനി ബേബി, സഞ്ജയ് ശർക്കര, മാലതി സുബ്രഹ്മണ്യൻ, CDS ചെയർപേഴ്സൺ സിബി തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു മാസം കഴിഞ്ഞാൽ വളരെ വേഗത്തിലുള്ള പണി നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അഴീക്കോട്. രണ്ടാമത്തെ പണി പ്രധാനത് നമ്മുടെ തീരപ്രദേശത്തുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കലാണ്. 446 വീടുകൾ 10 ലക്ഷം രൂപ വെച്ച് പണിത് കൊടുത്തിട്ട് നമ്മൾ 446 ലൈഫ് മിഷൻ്റെ അല്ല ഞാൻ പറയുന്നത്. ലൈഫ് മിഷനൊക്കെ വേറെ 50 മീറ്ററുള്ളിൽ കടലിൻ്റെ തൊട്ട് 50 മീറ്ററുള്ള ആവശ്യപ്പെടുന്ന മുഴുവൻ പേർക്കും. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ സാധനം എന്ന് എനിക്ക് തോന്നുന്നതാണ്. 446 × 10 ലക്ഷം പ്ലസ് അവരുടെ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനും മുദ്ര കടലാസും ഫ്രീ എന്ന് പറഞ്ഞാൽ അതൊരു 75,000 രൂപ. അപ്പോൾ ഒരു 10.25 ലക്ഷം രൂപ ഒരു വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം പുനർഗേഹം എന്ന് പറയുന്ന പരിപാടി ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കി പോകുന്ന മണ്ഡലം ഏതായിരിക്കും? കയ്പമംഗലമായിരിക്കും. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ 5-ാം വാർഡിലെ വിദ്യാർത്ഥിയെയും നാട്ടിക SN ട്രസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥിയുമായ അശ്വിൻ K ദിവ്യനെ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അനുമോദിച്ചു. രേണുക റിജു, വർഗീസ്, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് അനുമോദനം സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില എന്ന് പറയുന്നത് SSLC ആണ്. അതിൽ ഏറ്റവും ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇതുപോലെ തന്നെ ജീവിതത്തിലും നമുക്കറിയാം സമൂഹത്തിനും കുടുംബത്തിനും അതുപോലെ തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാതൃകയായി വളരാൻ അശ്വിന് കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. നമുക്കറിയാം, ഏറെ സമഗ്രമായി മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രയാസങ്ങളിൽ നിന്നാണ് അശ്വിൻ ഈ 100% അല്ലെങ്കിൽ ഫുൾ A+ നേടിയിരിക്കുന്നത്. അതിൻ്റെ ഇരട്ടി മധുരമുണ്ട്. അപ്പോൾ ഇത് മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ മാതാപിതാക്കളും ടീച്ചറായിട്ടും സഹായിച്ച എല്ലാവർക്കും നന്ദി. ആദരിച്ച നമ്പർക്കും നന്ദി. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Sangeeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കിഴിപ്പള്ളിക്കര കാരയിൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവയും ഉച്ചപൂജ ശേഷം മുത്തപ്പൻ കളം, നാഗങ്ങൾക്ക് പാലുന്നൂറും കൊടുക്കലും പുള്ളുവൻ പാട്ടും നടന്നു. ഉച്ചയ്ക്ക് ഭഗവതിക്ക് എഴുന്നള്ളിപ്പ്, പ്രസാദോട്ട് എന്നിവയുണ്ടായി. വൈകിട്ട് പൊങ്കാല, കളമായ്ക്കൽ, ദീപാരാധന, പറ്റ്, കേളി, രാത്രി അത്താഴപൂജ, തായമ്പക, ശേഷം വിഷ്ണുമായ സ്വാമിക്ക് എഴുന്നള്ളിപ്പ്, പുലർച്ചെ ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വിശ്വേശ്വരാനന്ദ സ്വാമികൾ പ്രതിഷ്ഠാദിന കളമെഴുത്ത് പാട്ടിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ചാഴൂർ ശ്രീമഠം ശ്രീകുമാർ ശാന്തി പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു.
കടമട്ടം SN സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ബ്രഹ്മ കലശാഭിഷേകം, പരികലശാഭിഷേകം, ഷോഡശാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായൺകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി സന്ദീപ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ മെയ് 3 മുതൽ നടന്നു വന്നിരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനും സമാപനമായി. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയംപറമ്പിൽ, സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, സമാജം ഖജാൻജി രഞ്ജൻ എരുമത്തുരുത്തി, സമാജം വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, പ്രദീപ് തോട്ടുപുര, സുമേഷ് എരണെഴുത്ത്, മറ്റു ഭരണസമിതി അംഗങ്ങൾ, നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. കരയാമുട്ട ഹരേകൃഷ്ണ പ്രസ്ഥാനം ഭക്തർക്ക് ജപമാല വിതരണം ചെയ്തു. മണലൂർ പാലാഴി 1-ാം വാർഡിൽ പൊതുമരാമത്ത് റോഡിലെ പൂളമരം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതായി പരാതി. പാലാഴി സഹകരണ സംഘം ബാങ്കിന് സമീപത്തെ പൂളമരമാണ് യാത്രക്കാർക്ക് ഭീഷണിയായത്. മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന പഞ്ഞി കാറ്റിൽ പാറി യാത്രക്കാരും നാട്ടുകാരും ഏറെ ബുദ്ധിമുട്ടിലാണ്. ബസ് സ്റ്റോപ്പിൽ വാഹനം കാത്തു നിൽക്കുന്നവർക്കും വലിയ പ്രയാസമാണ്. ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 3 ദിശകളിൽ നിന്നും നിരവധി വാഹനങ്ങളാണ് ദിവസം ഈ വഴി കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കാറ്റിൽ പാറി വരുന്ന പഞ്ഞിയിൽ കൂടുതലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പാറി വരുന്ന പഞ്ഞി യാത്രക്കാരുടെ കണ്ണിൽ തട്ടി വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യ സംഭവമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ആ പൂളമരത്തിൽ നിന്ന് പൂളക്കായ വീണിട്ട് ബസ് കയറാൻ നിൽക്കുന്നവർക്കും ഈ പീടിയൊക്കെ അടക്കും ഒരു കുട്ടി ഇതിന് തട്ടി തെറിഞ്ഞ് വീണിട്ടുമുണ്ട്. എന്നിട്ട് ഇതേവരെ പഞ്ചായത്തിന് ഞാൻ പരാതി കൊടുത്തു, കലക്ടർക്ക് പരാതി കൊടുത്തു, PWEക്ക് പരാതി കൊടുത്തു. PWകാർ അപേക്ഷ പഞ്ചായത്തിൽ കഴിച്ചു. ഇതേവരെ അവർ ഒരു ചെറിയ പേരിൽ പോലും എടുത്ത് ഇണക്കിയില്ല. അവർ വന്ന് നോക്കി പോവും, വേറൊരു കാര്യം പറയില്ല. അവർ ഇന്നവരെ അതിനെ പറ്റി ചെയ്തില്ല. കണ്ടില്ലേ പൂളം ഈ കായ പൊട്ടി ബസ് കയറാൻ നിൽക്കണ പിള്ളേരെ കൊണ്ടുവന്നത്. ഇത് മൂക്കി കയറിയാൽ എന്തെല്ലാം രോഗങ്ങൾ വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കൊടുത്തത്. അതിന് അവർ ഇന്നവരെ അതിന് തയ്യാറെടുപ്പ് ചെയ്തില്ല. കലക്ടർ ഒന്നിന് പറഞ്ഞു, കലക്ടർ ഒരു മാന്യമായിട്ട് ഇത് ചെയ്തിട്ടില്ല. തന്നെയല്ല ഈ 3 കൂടിയ സെൻഷനായിൽ പിള്ളേരൊക്കെ ഈ വണ്ടിയൊക്കെ തട്ടിയിട്ട് സൈക്കിള് അതുപോലെ ബൈക്ക് ഇതൊക്കെ തട്ടി തറഞ്ഞ ആൾക്കാർ ഇവിടെ വീടുണ്ട്. ഇത് കണ്ടിട്ടാണ് ഞാൻ പരാതി കൊടുത്തത്. ഇന്നേ വരെ പഞ്ചായത്തിന് അതിനൊരു നടപടി നാളെ മറ്റേത് നോക്കിയിട്ട് അങ്ങനെ നടക്കുന്നതന്നെയുള്ളൂ. അതിന് ഞാൻ ഇനി ഏതറ്റം പോകാനും ഞാൻ തയ്യാറാണ്. സമീപത്തെ സ്ഥാപനങ്ങളിലെ കച്ചവടത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുകയോ മറ്റു പരിഹാര മാർഗങ്ങൾ കാണുകയോ ചെയ്യണമെന്ന് യാത്രക്കാർ പറഞ്ഞു. ഏറ്റവും പൂളക്കായ ആകെ വന്നിട്ട് ആൾക്കാർക്ക് ജ്യൂസ് കുടിക്കാൻ, അതുപോലെ തയ്ക്കാൻ വരുന്നവർക്ക്, കടകളിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതുമെന്ന് ചൊറിയാമ്പുഴ ഇറങ്ങും. ഓരോ മുറിക്കെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആർക്കും ഉപകാരമില്ലാണ്ട് നിൽക്കുന്ന വസ്തുവാണ്. വർഷക്കാലൊക്കെ ആകുമ്പോൾ വണ്ടികളുടെ മുകളിലേക്ക് കൊമ്പൊടിഞ്ഞ് വീഴുക, ഞങ്ങൾ എന്നിട്ട് അതെടുത്ത് അപ്പുറത്തേക്ക് വീഴുക. ഞങ്ങൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഞങ്ങൾക്ക് അലർജിയുടെ അസുഖമുള്ളവരുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. വേനൽക്കാലം മാത്രമല്ല വർഷക്കാലത്ത് പൂവിട്ട് ഇല കൊഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവരോടും പറഞ്ഞു, പഞ്ചായത്തുകാരോടും പറയുന്നുണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ.
കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി വിദ്യാലയം 2025 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിൽ തുടർച്ചയായ 100% വിജയവും 22 ഫുൾ A+ നേടി. 3 കുട്ടികൾ 9 വിഷയത്തിൽ A+ നേടി. 3 പേർക്ക് 8 വിഷയത്തിലും A+ കരസ്ഥമാക്കി. 123 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് PTA, മാനേജ്മെന്റ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ എല്ലാ കുട്ടികൾക്കും മധുരപലഹാരം വിതരണം ചെയ്തു. വടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പരീക്ഷയിൽ 11ാം തവണയും 100% വിജയം കരസ്ഥമാക്കി. 74 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. മുഴുവൻ പേരും വിജയിച്ചു. ഉന്നത വിജയം നേടിയ കുട്ടികളെ പ്രിൻസിപ്പൽ PM കണ്ണൻ, പ്രധാനാധ്യാപകൻ VM ഹനീഫ, PTA പ്രസിഡന്റ് RA ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. തീരദേശത്ത് LKG മുതൽ +2 തലം വരെ അധ്യയനം നടക്കുന്ന 121 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്കൂളാണിത്. ഈ അധ്യയന വർഷം മുതൽ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ കെട്ടിടവും മാത്രമല്ല, ക്രിയേറ്റീവ് കോർണറും ചിൽഡ്രൻസ് പാർക്കും സ്കൂളിന് സ്വന്തമായി. വടനപ്പള്ളി ഇസറയുടെ കീഴിൽ തളിക്കുളത്ത് പ്രവർത്തിക്കുന്ന ഇസറ വിമൻസ് കോളേജിന്റെ 9ാം സന്നദ്ധദാന സമ്മേളനം തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തളിക്കുളം പുതിയങ്ങാടി അബ്ദുഹാജി റോഡിലെ ത്വയ്ബ സ്ക്വയറിൽ നടക്കും. ഉദ്ഘാടന പരിപാടിയിൽ ഷറഫുദ്ദീൻ ജമലുൽ ലൈലി, ഹുസൈൻ അൽ ഐദറൂസ്, ജലാൽ അഹ്സനി, ബഷീർ റഹ്മാനി, PM ഹംസ ഹാജി, PS മുഹമ്മദ് അലി, ഉസ്മാൻ സഖാഫി, നിസാർ സഖാഫി, ജംഷാദ് സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. മണലൂർ മരോട്ടിക്കൽ മറ്റത്തൂരമ്മ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനും ക്ഷേത്രോത്സവത്തിനും തുടക്കമായി. വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജകൾ, ദേവിയുടെ പിറന്നാൾ സദ്യ, കലാപരിപാടികൾ, തൃത്തല്ലൂർ ശ്രീ ദുർഗാ ടീമിന്റെ വീരനാട്യം എന്നിവ നടന്നു. ശനിയാഴ്ച വൈകിട്ട് തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യമേളത്തോടുകൂടി താലം വരവ്, ദീപാരാധന, അഷ്ടനാഗക്കളം, ഭൂതക്കളം എന്നിവയാണ് പരിപാടികൾ. ഞായറാഴ്ച ദൈവത്തിന് കളം, വീരഭദ്രസ്വാമിക്ക് കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, കരിങ്കുട്ടി സ്വാമിക്ക് കളം, ഹനുമാൻ സ്വാമിക്ക് വിശേഷാൽ പൂജകൾ, ദേവിക്ക് രൂപക്കളം, വടക്കുംവാതുക്കൽ ഗുരുതി, ഞായറാഴ്ച മലങ്കുറത്തിക്ക് രൂപക്കളം എന്നിവ നടക്കും. വാർത്തകൾ ഒരിക്കൽ കൂടി. ചേറ്റുവയിൽ ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തിയ 2 പേരെ പോലീസ് പിടികൂടി. എടമട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. അതിർത്തിയിൽ പോരടിക്കുന്ന സൈനികർക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച അന്തിക്കാട് സ്വദേശി അനിലൻ മാക്കോത്ത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.